ഈ ഹൗസ് ഓണർ വെള്ളം സൂക്ഷിച്ചുപയോഗിക്കുന്നവർക്ക് മാത്രമേ വീട് കൊടുക്കൂ എന്ന് പറയുന്നു. വാങ് അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യുന്നതിനായി വെറും 2 സെക്കൻഡിനുള്ളിൽ മുഖം കഴുകി കാണിക്കുന്നു. അത് കണ്ടതും ആ ഹൗസ് ഓണറിന് നെഞ്ചുവേദന വരുന്ന അവസ്ഥയാവുന്നു. കാരണം അദ്ദേഹം മുഖം കഴുകാൻ വെറും 10 മില്ലി വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അത് കേട്ട വാങ് അത് വിശ്വസിക്കാൻ കഴിയാതെ അദ്ദേഹത്തെ കഴുകി കാണിക്കാൻ പറയുന്നു. ഉടനെ ആ ഹൗസ് ഓണർ മെഷറിംഗ് കപ്പ് യൂസ് ചെയ്ത് 10 മില്ലി വെള്ളം എടുക്കുന്നു. അതിനുശേഷം ഒരു ടിഷ്യൂ എടുത്ത് ആ വെള്ളത്തിൽ നനച്ച് അത് വെച്ച് ഫേസ് തുടയ്ക്കുന്നു. അത് കണ്ട വാങ് നിങ്ങളുടെ മുടി എങ്ങനെയാണ് കുറച്ച് വെള്ളത്തിൽ കഴുകുന്നതെന്ന് ചോദിക്കുന്നു. പക്ഷെ ആ ഹൗസ് ഓണർ അതിനും തനിക്ക് 10 മില്ലി മതിയെന്ന് പറയുമ്പോൾ വാങ് അതിനൊരു ചാൻസും ഇല്ലെന്ന് വിചാരിക്കുന്നു. നോക്കുമ്പോൾ ആ ഹൗസ് ഓണർ തലയിലിരുന്ന വിഗ് മാറ്റി അതേ ടിഷ്യൂ വെച്ച് തന്നെ തന്റെ തലയും തുടയ്ക്കുന്നു. അത് കണ്ട് വാങ് ഷോക്കായി നിൽക്കുമ്പോൾ ഈ 10 മില്ലി വെള്ളം കൊണ്ട് തനിക്ക് കുളിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അയാൾ തന്റെ ഡ്രസ്സ് മാറ്റാൻ തുടങ്ങുന്നു. വാങ് ഉടനെ അയാളെ സ്റ്റോപ്പ് ചെയ്ത് എന്നെ വിട്ടേരെ എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് പോകുന്നു. അതിനുശേഷം അവൻ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ 300 യുവാൻ ഒരു റൂം കാണിക്കുന്നു. അടുത്ത നിമിഷം തന്നെ ആ നമ്പറിലേക്ക് കോൾ ചെയ്ത് റൂം കാണാനായി വരുന്നു. അവിടെ പോയി അവൻ റെന്റ് കുറയ്ക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ഹൗസ് ഓണർ അതിന് കഴിയില്ലെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നു. വേറെ വഴിയില്ലാതെ ഇവൻ അവരെ സ്റ്റോപ്പ് ചെയ്ത് ആ റെന്റിന് സമ്മതിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ മറ്റൊരു ബെഡ് കണ്ടതും അവനൊരു ഐഡിയ തോന്നുന്നു. എനിക്ക് ഈ ബെഡ് മാത്രം മതി, മറ്റൊരു ബെഡ് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറയുന്നു. ആ ഓണറിനും അത് നല്ലൊരു ഐഡിയ ആയി തോന്നുന്നു. അങ്ങനെ വെറും 100 യുവാന് ആ റൂം കിട്ടുന്നു. പിറ്റേന്ന് രാവിലെ അവൻ കണ്ണു തുറന്നതും അടുത്തുള്ള ബെഡിൽ ഒരു ഡോഗ് കിടക്കുന്നു. ഓൾറെഡി ഹൗസ് ഓണർ അവന്റെ റൂംമേറ്റിന്റെ പേര് പറഞ്ഞതുകൊണ്ട് അവൻ ആ പേര് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ഓരോ പ്രാവശ്യം അവൻ വിളിക്കുമ്പോഴും ആ ഡോഗാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് ആ ഹൗസ് ഓണർ ആ ഡോഗിനെയാണ് അവന്റെ റൂംമേറ്റ് ആക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത്.